ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ് 5 ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സ്ലംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മുമ്പ് വ്യത്യസ്തമായ പാഠങ്ങൾ ചർച്ച ചെയ്തു, വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ചേരികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിന് നൽകാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ ഈ പാഠത്തിൽ അതൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അർബൻ പോവേർട്ടി ആൻഡ് സ്ലംസ്. ഓക്കെ, ഈ ഒരു വിഷയം നമ്മൾ ചർച്ചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ റൂറൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അർബൻ സൊസൈറ്റിയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ചേരികൾ എന്ത് ചെയ്യുന്നത്, അധികരിക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് വരുന്ന ഈ സ്ലംസ് അവർ കൂടുതലായിട്ട് അൺസ്കിൽഡ് ആയിരിക്കും. മാത്രമല്ല അവർക്ക് വേണ്ട രൂപത്തിൽ ജോലിയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയെ പരിഗണിക്കുമ്പോൾ, അതിന് സൊസൈറ്റി നമ്മൾ എണ്ണുമ്പോൾ അവിടെ സ്ലംസ് എന്താണ്, ഒരു സൊസൈറ്റിക്കുള്ള ഒരു ന്യൂനതയായിട്ട് നമ്മൾ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും മുംബൈയിലുള്ള ധാരാവി പോലത്തെ, നമുക്കറിയാമല്ലോ ധാരാവി പോലത്തെ അത്തരത്തിലുള്ള സിറ്റികൾ, അവിടെയൊക്കെ സ്ലംസിൻ്റെ ആധിക്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നാച്ചുറൽ ഓഫ് സ്ലംസിൻ്റെ ഒരു പ്രകൃതം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്ലം ഈസ് എ ബിൽഡിംഗ് ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ഓർ ഏരിയ ക്യാരക്ടറൈസ്ഡ് ബൈ ഓവർ ക്രൗഡിങ്, ഡിറ്ററേഷൻ, അൺസാനിറ്ററി കണ്ടീഷൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ സാധാരണ ഒരു സമൂഹത്തെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റി എടുക്കുമ്പോൾ അവിടെ ഇത്ര ആളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ആളുകളവിടെ താമസിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ. അത് പുറമെ ഓവർ ക്രൗഡിങ് വരിക, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ എന്തായിരിക്കും കൂടുതലായിട്ടും അവരുടെ അവസ്ഥകൾ, അവരുടെ സാഹചര്യങ്ങൾ, അവർക്ക് ഫെസിലിറ്റീസ് കുറവായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാലഘട്ടത്തിനോട്, ഒരു സാഹചര്യത്തിനോട് യോജിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയുകയില്ല. അതാണ് ചേരികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ സ്ലംസിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ഒരു പാഠഭാഗത്തിൽ വ്യത്യസ്തമായ കൈൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലംസിൻ്റെ കൈൻസിൽ ഒറിജിനൽ സ്ലം ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസിഷണൽ സോൺ സ്ലം ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൈറ്റഡ് സ്ലം ഉണ്ട്. അങ്ങനെ 2-3 രൂപത്തിലുള്ള സ്ലംസുകളുണ്ട്. അപ്പോൾ ഒറിജിനൽ സ്ലം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ട സമയത്ത്, അതുപോലെ തന്നെ ഈ അർബനൈസേഷൻ്റെ കാലസമയത്താണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ളൊരു സ്ലംസിൻ്റെ ആധിക്യം ഉണ്ടായത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഒറിജിനൽ സ്ലംസ് പരിഗണിക്കപ്പെടുക. മാത്രമല്ല ഇനി നമ്മൾ ഈ ട്രാൻസിഷണൽ സോൺ സ്ലമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മിഡിൽ അപ്പർ ക്ലാസിൻ്റെ ഫാമിലീസിൽ നിന്ന് വരുന്ന അതുപോലെ തന്നെ അപ്പർ ക്ലാസ് ഫാമിലീസ് റീലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ലംസ് രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു താമസം മാറി പിന്നീട് വേറെ സ്ഥലത്തേക്ക് താമസം മാറുക. അപ്പോൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളും ലഭിച്ചെന്ന് വരില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവരെന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള സ്ലംസായി മാറുക. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു ഒറിജിനൽ സ്ലമിന് ഉദാഹരണമാണ് മെക്സിക്കൻ സ്ലം ഇൻ യുഎസിലുള്ള മെക്സിക്കൻ സ്ലം ഒറിജിനൽ സ്ലമിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് സ്ലം ഇൻ ബോസ്റ്റോൺ USA അതുപോലെ ട്രാൻസിഷണൽ സോൺ സ്ലമ്മിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്ലൈറ്റഡ് സ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ സിറ്റികൾ കാണുന്ന ബഗേഴ്സിനെ പോലെ, അപ്പോൾ സിറ്റിയിൽ ജീവിക്കുന്ന തരത്തിലുള്ള സ്ലംസിനെ നമ്മൾ ബ്ലൈറ്റഡ് സ്ലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും, ബഗേഴ്സ് ആയിരിക്കും. അവർ ഈ ബഗേഴ്സ് ആകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അവർ സൊസൈറ്റിയിലാകുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്ന ആളുകൾ, അവർ ജനിക്കുന്ന കുട്ടികൾ ക്രൈംസായിട്ട്, അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ളതിലേക്കാണ് പോവുക. തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിക്ക്, ഒരു സമൂഹത്തിന് നാശങ്ങളാണ് ഈ സ്ലംസിൻ്റെ ഭാഗത്തു നിന്ന് വരിക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ എന്താണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ സ്ലംസിൻ്റെ ചരിത്രമുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് റോമൻ റോയിൻസ്, ഏൻഷ്യൻ്റ് റോമിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ള സ്ലംസിൻ്റെ ഒരു ആധിക്യം വരുന്നത്. അപ്പോൾ ദി ജെവിഷ് ഗെറ്റോ ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഓഫ് മെഡീവൽ അർബൻ സ്ലമ്മിൻ്റെ ഒരു ഉദാഹരണമാണ് ജെവിഷ് ഗെറ്റോ എന്നുള്ള ആൾ. മാത്രമല്ല നമ്മുടെ വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുംബൈയിലുണ്ടായിട്ടുള്ള 1990 കാലഘട്ടങ്ങളിൽ അക്കോർഡിംഗ് ടു ലെവിസ് മോംഫോർഡ് ദി ബ്രിട്ടീഷ് സ്ലംസ് ഒറിജിനേറ്റഡ് ഇൻ ദി 19th century. തീർച്ചയായിട്ടും ബ്രിട്ടീഷ് സ്ലംസുകൾ അധികരിച്ചത് അവർ ഏകദേശം 1990 കാലഘട്ടങ്ങളിലാണ് അവർ ആധിക്യം ഉണ്ടായത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് സ്ലംസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്. വളരെ സിമ്പിൾ പാടാണ്, നമ്മളിങ്ങനെ വായിച്ചു വിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്ലംസിൻ്റെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്ട്സ് ദി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി അർബൻ കമ്മ്യൂണിറ്റി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സമൂഹം വളർന്നു വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ അവിടുത്തെ അർബൻ സൊസൈറ്റിയെ അത് ബാധിക്കുകയാണ്, അവിടുത്തെ ഡെവലപ്മെൻറ്റുകൾ അത് ബാധിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ന്യൂനതയും മാറുകയാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു സ്ലംസിൻ്റെ പ്രോബ്ലംസിന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗസിംഗ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് വേണ്ട രൂപത്തിൽ വീടുകൾ വെക്കാൻ സാധിക്കുന്നില്ല, വളരെ ചെറിയ ചെറ്റക്കുടിലാണ് അത് താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു വലിയൊരു നഗരി,
ഒരു മുംബൈ സിറ്റി വലിയ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റിന് ചൂണ്ടിക്കാണിക്കാൻ പോലെ മുംബൈ സിറ്റി ഒരു ഭാഗം എന്താണ് മൊത്തം സ്ലംസോളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ ഒറ്റ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ന്യൂനതയാണ് അത്. അപ്പോൾ ഓവർ ക്രൗഡിങ് ആൻഡ് കൺജസ്റ്റൻ, തീർച്ചയായും കൺജസ്റ്റഡാണ്. അപ്പോൾ അവിടെ ആളുകൾ ഇത്ര മൈലിൽ ജീവിക്കേണ്ട ആളുകൾ ഒരു പരിധി ഉണ്ടാവും, അതിന് പുറമെ ഒരു വരികയാണ്. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഡൽഹിയിലുള്ള സ്ലംസിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിലേറെ സ്ലംസ് എന്തുണ്ട് ഡൽഹിയിൽ ഈ കണക്കെടുപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പെർ സ്ക്വയർ മൈലിലാണ് ഇപ്പോൾ ഈ ഒരളവ് കണക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രത്തിൽ ആകുമ്പോൾ അവിടെ പോപ്പുലേഷനെ ബാധിക്കുകയാണ്. അടുത്ത ലാക്ക് ഓഫ് പബ്ലിക് ഫെസിലിറ്റീസ്, പബ്ലിക്കായിട്ടുള്ള ഫെസിലിറ്റീസ് കുറവായിരിക്കും. തീർച്ചയായിട്ടും അവർ വീട് അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ലഭിച്ചോണമെന്നില്ല. അപ്പോൾ പൂവർ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത്, അവരുടെ ആരോഗ്യനില വളരെ മോശമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ചികിത്സ കാലം കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഡേവിയൻ ബിഹേവിയർ ഉണ്ട്. അതായത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള സ്ലംസുകൾ അവിടെ നിന്നുണ്ടാകുന്ന കുട്ടികൾ, അവരിൽ നിന്ന് പ്രസവിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ഒരു ക്രൈമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്ന ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും അവർ രാഷ്ട്രത്തിന് ഭീഷണിയാണ്. അതുപോലെ തന്നെ അപ്പാത്തി ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അവരെന്താണ് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഓക്കെ, തീർച്ചയായിട്ടും മിങ്കിളായിട്ട് തുറന്നു പോയവർക്ക് കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ കൾച്ചർ ഓഫ് സ്ലമ്മിൻ്റെ കൾച്ചർ പറയുകയാണെങ്കിൽ ആ ഒരു സംസ്കാരത്തിന് വ്യത്യസ്തമാണ്. അപ്പോൾ പൊതുവായിട്ട് പബ്ലിക്കിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള സംസ്കാര ഗുണങ്ങളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോ എക്കണോമിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ സ്ലംസിൻ്റെ സോഷ്യോ എക്കണോമിക് പ്രൊഫൈലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ്റെ പോപ്പുലേഷനിൽ ഏകദേശം ഒരു about 1/5 ഓഫ് ദി ഇന്ത്യസ് പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ വില്ലേജ്. തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ സ്ലംസിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1/5 ഭാഗം എന്താണ് വില്ലേജുകളിൽ സ്ലംസിൻ്റെ ഒരു ആധിക്യം കാണാൻ സാധിക്കും. മാത്രമല്ല അവിടെ ദ സിറ്റീസ് ഓഫ് ഇന്ത്യ ആർ എക്യുപ്ഡ് വിത്ത് മോഡേൺ ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യയിലൊരു കമ്മ്യൂണിറ്റി, ഇന്ത്യൻ്റെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഓരോ വ്യത്യസ്തമായ രൂപത്തിലുള്ള വ്യാവസായിക മുന്നേറ്റങ്ങൾ, ടെക്നോളജി മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നമുക്കറിയാം. മാത്രമല്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള സ്ലംസിനെ ഒഴിവാക്കാനും കൂടുതലായിട്ട് നല്ല ഡെവലപ്മെൻറ്റുകൾ രാജ്യത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ നേരെ കീഴിലായിട്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം സ്ലംസ് ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, ഓരോ വർഷത്തിലുള്ള ഓരോ ടൈമിലുള്ള എന്താണ് ഓരോ സ്ലംസിൻ്റെ അവരുടെ എണ്ണം എത്രയായിരുന്നു, എങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ താഴത്തെ ടാബിളായിട്ട് ഓരോ വർഷങ്ങൾ വേറെ വേറെ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നോക്കി മനസ്സിലാവും. മാത്രമല്ല അങ്ങനെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അവിടെ ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലുള്ള നമ്മളെ ഭൂപടം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആന്ധ്രാപ്രദേശിൽ ഇത്ര ശതമാനം, വെസ്റ്റ് ബംഗാളിൽ ഇത്ര, ഉത്തർപ്രദേശിൽ ഇത്ര. അപ്പോൾ ഓരോ സംസ്ഥാനം എടുത്ത് നോക്കിയിട്ട് അവിടെ സ്ലംസിൻ്റെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അവരെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെത്രത്തോളം താമസമുണ്ട് ആവശ്യങ്ങളവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെല്ലാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാഠത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഹൗ ടു സോൾവ് സ്ലം പ്രോബ്ലംസ്. തീർച്ചയായിട്ടും ഈ സ്ലമ്മിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ വെല്ലുവിളി ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രത്തിൻ്റെ വെല്ലുവിളി മാറുമ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കാൻ സാധിക്കും അവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എന്ത് ചെയ്യാണ് ഈ ഒരു വിഷയം പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ നെസസറി ഫോർ സോൾവിങ് പ്രോബ്ലംസ്. അതെ, ഒരു സൊസൈറ്റിയെ, കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുവരണം. എന്നാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക. മാത്രമല്ല അതുപോലെ തന്നെ കമ്പൈൻഡ് എഫേർട്സ് ഫോർ സ്ലം ഡെവലപ്മെൻറ്റ് വിൽ ബ്രിങ് ഫ്രൂട്ട്ഫുൾ റിസൾട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ എഫക്റ്റീവ് റിസൾട്ടുകൾ കിട്ടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ദ പ്രോബ്ലം ഓഫ് സ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ഇഫ് യൂസ് ദി മാർക്സിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് അപ്രോച്ച്. തീർച്ചയായിട്ടും അപ്പോൾ മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് അപ്രോച്ചിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ സ്വന്തമായിട്ട് സ്ഥലങ്ങൾ രൂപപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരേ രൂപത്തിൽ സ്ഥലങ്ങൾ നൽകപ്പെടുക, ഒരേ രൂപത്തിൽ വേല നൽകപ്പെടുക. ഇങ്ങനത്തെ കാഴ്ചപ്പാട് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മെച്ചപ്പെടും. അപ്പോൾ അതും ഇത്തരത്തിലുള്ള സ്ലംസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമായി വരും. ഞാൻ അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാവി സ്ലം എ കേസ് സ്റ്റഡി. ഓക്കെ, നമ്മൾ നേരെ സൂചിപ്പിച്ചു മുംബൈയിലുള്ള ധാരാവി എന്നുള്ള സിറ്റി അവിടെ സ്ലംസിൻ്റെ ആധിക്യമാണ്. അപ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യത്തെ എടുത്തു നോക്കുമ്പോൾ അവിടെ മുംബൈയിൽ എന്ത് ചെയ്യുക എത്രത്തോളം സ്ലംസ് ഉണ്ടാകുമ്പോൾ തന്നെ ആ ഇന്ത്യൻ്റെ ഡെവലപ്മെൻറ്റ് ന്യൂനതമാരാണ്. അപ്പോൾ 2000 കാലഘട്ടങ്ങളിൽ കൽപ്പന ശർമ്മ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിയിൽ നടക്കുന്നുണ്ട്. റീഡിസ്കവറിങ് ധാരാവിയെ റീഡിസ്കവർ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി, സ്ലംസിൻ്റെ ആധിക്യം വലിയൊരു ചലഞ്ചായിട്ട് നിലനിൽക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അർബൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ
ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തൊട്ട് ഒഴിവാകാൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ്. അപ്പോൾ അർബൻ പ്ലാനിങ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ പേഴ്സെപ്റ്റിലാണ് ചർച്ച നീങ്ങുന്നത്. അവിടെ പെർസെപ്ഷൻ ഉണ്ട്, റെവലേഷൻ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ എത്ര നമുക്ക് തയ്യാറാൻ സാധിക്കും, എങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കണം, നമ്മൾ എങ്ങനെ ഇതിനെ ഓരോന്നിനെ വരച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ നമ്മൾ നേരിടുമ്പോൾ അത് പരിഹരിക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ വ്യത്യസ്തമായ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്ന തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ പോലെ തന്നെ റെവലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അവർക്കുള്ള എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ നടത്തണം. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ ഇതിന് ഇല്ലാതാക്കാനുള്ള വകുപ്പുകൾ നമ്മൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇവിടുന്ന് അടിച്ച് നീക്കാനുള്ളൊരു ഇത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇനിഷ്യേറ്റഡ് സിൻസ് ഇൻഡിപെൻഡൻസിന് കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അർബൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. അവിടെ ആദ്യമായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്മാൾ ആൻഡ് മീഡിയം ടൗൺസ് ഉണ്ട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് സാനിറ്റൈസ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ഷെൽട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ ഫോർ ഗേൾസ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിൽ ഭൂമികൾ നൽകിയിട്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ നൽകിയിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെൻറ് നമ്മുടെ ഇൻഡിപെൻഡൻസ് കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ എന്തുണ്ട്, നാഷണൽ സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ വേറെ കൊണ്ടുവന്നുണ്ട്. അതുപോലെ തന്നെ ആക്സലറേറ്റഡ് അർബൻ വാട്ടർ സപ്ലൈ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ വാൽമീകി അംബേദ്കർ ആവാസ് യോജന, അത്തരത്തിലുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള 6, 7, 8, 9 രൂപത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ എന്തുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പരിഹാരങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റിയ അർബൻ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. അവിടെ 8 പറയുന്നത് അർബൻ ബേസിക് സർവീസസ് ഫോർ ദി പുവർ, പാവപ്പെട്ടവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്തൊക്കെയെന്ന് മുന്നോട്ട് വെക്കുക. പ്രൈം മിനിസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് അർബൻ പോവർട്ടി എറഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ SJSRY, അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കീ അർബൻ ഡെവലപ്മെൻറ്റ് മിഷൻ ഇൻ ഇന്ത്യയിലുണ്ടായിട്ടുള്ള കീ അർബൻ ഡെവലപ്മെൻറ്റ് മിഷൻ. ഓക്കെ, അവിടെ ഏകദേശം 50,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഡിസംബർ 2025 ഡിസംബർ 3 50,000 crore ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ 5 year പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ വ്യത്യസ്തമായ രൂപത്തിൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അറ്റൻഷൻ ഹാസ് ബീൻ ഗിവൻ ടു ദി ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ആൻഡ് സെക്യൂർഡ് ലിങ്കേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രയോറിറ്റി ഹാസ് ബീൻ ടു എൻഷർ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വലിയ തുക ഇതിനുവേണ്ടി നമ്മൾ ചിലവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് കിട്ടണം. അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം നേരിടാൻ പറ്റും, അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നുള്ള എന്ത് ചെയ്യുക അടിവരിട്ടുകൊണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല പുതുതായി കൊണ്ടുവന്ന 6 പുതിയ മിഷൻസ്, ദ 6 ന്യൂ മിഷൻസ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് നേരെ താഴത്ത് വരുന്നുണ്ട്. AMRUT അങ്ങനത്തെ വ്യത്യസ്തമായ മിഷൻസ് താഴത്ത് പറയുന്നുണ്ട്. അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, ഈ പാഠത്തിൻ്റെ സമ്മറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത്, ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ ഓരോ വ്യക്തിക്കും ഓരോ വാല്യൂ ഉണ്ടാവും, ഓരോ മൂല്യം ഉണ്ട് ഓരോ വ്യക്തിക്കും. അപ്പോൾ വ്യക്തി എങ്ങനെ ആയിരിക്കണം, അത് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതൊക്കെ വന്ന് ഒരു രാജ്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ സൂചിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് വിലയിരുത്തപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മളടുത്തേക്ക് കടമയാണെന്ന് മനസ്സിലാക്കുക.